ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയൊക്കെ ഇതും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, കോറിലേഷൻ റിഗ്രഷൻ്റെ പ്രോബ്ലം നോക്കുക. പിന്നെ ബാക്കി തിയറിയൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാവാം. നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ കോറിലേഷൻ. കോറിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോട്ട് ചാർട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോഫിഷ്യൻ ഡോട്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്കാറ്റർ ഡയഗ്രം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കാറ്റർ ഡയഗ്രം തന്നെ എഴുതിയാൽ മതി. പിന്നെ കോഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. റിഗ്രഷൻ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. റാൻഡം എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇൻവേഴ്സ് പ്രോബബിലിറ്റി, നൾ ഹൈപ്പോത്തിസിസ്, ഈ നൾ ഹൈപ്പോത്തിസിസ് നിങ്ങൾക്ക് ഇല്ല ആക്ച്വലി. അത് ഓൾറെഡി പഴയ സിലബസ് പ്രകാരം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറി ചോദിച്ചിട്ടുണ്ട്. ക്യൂയിങ് തിയറി ചോദിച്ചിട്ടുണ്ട്. ക്യൂയിങ് തിയറി എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ഒരു ആൻസറാണ് കൊടുത്തേക്കണേ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് അന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ക്യൂയിങ് തിയറി ഡീൽസ് വിത്ത് മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്യൂസ്. ഇറ്റ് എയിംസ് അറ്റ് മിനിമൈസിങ് ബോത്ത് സർവീസിങ് ആൻഡ് വെയിറ്റിംഗ്. ആക്ച്വലി അത് ആൻസറാണ്. ക്യൂയിങ് തിയറി എന്താണെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആൻസറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ വാട്ട് ഈസ് ക്യൂട്ടി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വാട്ട് ആർ ദ ക്ലാസ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 2 ഉണ്ട്. ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ഡിസ്ക്രീറ്റിൽ വരുന്നതാണ് ബൈനോമിയലും പോയിസണും. കണ്ടിന്യൂസ് ആണ് നോർമൽ. അതുപോലെ ഹൈപ്പോത്തിസിസ്, ഇതും അതുപോലെ ഔട്ട് ഓഫ് സിലബസ് ആണ് കേട്ടോ. ഇനി ഹൗ മെനി വേസ് 3 പീപ്പിൾസ് ആർ സീറ്റഡ് ഇൻ എ ബെഞ്ച് ഇഫ് ഓൺലി 2 സീറ്റ്സ് ആർ അവൈലബിൾ. 2 സീറ്റ് ഉണ്ടെങ്കിൽ 3 പീപ്പിളിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്യൂയിങ് തിയറിയാണ്. A basket contains 10 mangoes. In how many ways 4 mangoes from the basket can be selected? A die is thrown. Find the probability of getting 4. ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്താൽ നമ്മുടെ 4 വരാനായുള്ള ചാൻസ് എത്രയാണ്? 1/6. ഈവൻ നമ്പർ വരാനുള്ള ചാൻസ് എത്രയാണ്? 3/6. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അതൊന്ന് നോക്കി വയ്ക്കാം. അടുത്തത് നമ്മുടെ 5 മാർക്ക് ക്വസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യൂട്ടി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ചാപ്റ്റർ നന്നായി നോക്കുക. നമുക്ക് 2 മാർക്കിനും 5 മാർക്കിനൊക്കെ എപ്പോഴും വരുന്നുണ്ട് ആ ചാപ്റ്റർ. ചിലപ്പോൾ എസ്സേയും വരാം. ഫങ്ഷൻസ് ഓഫ് ക്യൂട്ടി ഫസ്റ്റ് ചാപ്റ്ററിലെയാണ്. അതിൽ കോറിലേഷൻ അനാലിസിസ്, സിഗ്നിഫിക്കൻസ്, ബൈനോമിയലിൻ്റെ അസംഷൻസ്. ഈ ബൈനോമിയലിൻ്റെ അസംഷൻ ചോദിച്ചാലും പ്രോപ്പർട്ടി ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിച്ചാലും നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. അതുപോലെ ബൈനോമിയലിൻ്റെ മീൻ 6 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √2 ആണെങ്കിൽ പാരാമീറ്റേഴ്സ്. ഓൾറെഡി ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം പ്രോബ്ലം കേട്ടോ. എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ് 6 ബ്ലാക്ക് ആൻഡ് 5 യെല്ലോ ബോൾസ്. ഒരു ബാഗിനകത്ത് 4 വൈറ്റും 6 ബ്ലാക്ക് 5 യെല്ലോ ബോളുണ്ട്. എ ബോൾ ഈസ് ഡ്രോൺ എന്ന് പറയുന്നത് ഒരു ബോൾ എടുത്താൽ അത് വൈറ്റ് ആവാനായിട്ടുള്ള സാധ്യത എത്രയാണ്? 4/15 വരും അല്ലേ. 4 വൈറ്റ്, മൊത്തം ബോൾ 6 4 15 15 അല്ലേ. അപ്പോൾ 4/15 വൈറ്റ് വരാനായിട്ടുള്ള സാധ്യത. യെല്ലോ വരാനായിട്ടുള്ള സാധ്യതയോ 5 യെല്ലോ അല്ലുള്ളത്, അപ്പോൾ 5/15. ബ്ലാക്ക് വരാനായിട്ടുള്ള സാധ്യതയോ 6/15. നോട്ട് യെല്ലോ എന്ന് പറയുക യെല്ലോ അല്ല എന്ന് പറഞ്ഞാൽ ബ്ലാക്കോ വൈറ്റോ ആവാം അല്ലേ. അപ്പോൾ 6 + 4 10, 10/15. ഇനി യെല്ലോ ഓർ വൈറ്റ്, യെല്ലോ അല്ലെങ്കിൽ വൈറ്റ്. യെല്ലോ 5 ഉണ്ട്, വൈറ്റ് 4 ഉണ്ട്. അപ്പോൾ 9/15. ഇതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. വെറുതെ ജസ്റ്റ് ഫ്രാക്ഷനായിട്ട് എഴുതിയാൽ മതി. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അടുത്തത് വാട്ട് ആർ ദ പോസിബിൾ ഡിസിഷൻ ഈസ് ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഇൻ നൾ ഹൈപ്പോത്തിസിസ്. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അടുത്ത മീൻ തന്നിട്ടുണ്ട് എക്സിൻ്റെ, വൈൻ്റെ മീൻ, അതായത് എക്സ് ബാറും വൈ ബാറാണ് തന്നേക്കണത്. പിന്നെ BYX തന്നിട്ടുണ്ട്, BXY തന്നിട്ടുണ്ട് കേട്ടോ. പ്രോബബിൾ വാല്യൂ 60 ആണ്. 6 ആണെങ്കിൽ √BXY × BYX ചെയ്താൽ മതി. അപ്പോൾ √−0.2 × -1.5 ചെയ്താൽ മതി. ആ കിട്ടുന്ന ആൻസറിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് 6 കിട്ടും കേട്ടോ. എന്താണ് സ്കാറ്റർ ഡയഗ്രാം, അതിൻ്റെ മെറിറ്റ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു റെപ്രസെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം കേട്ടോ. ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, വേരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, ക്യൂയിങ് തിയറി, അങ്ങനെ കുറേയധികം വരുന്നുണ്ടല്ലോ. അതൊന്നും എല്ലാവരും പഠിച്ചിട്ട് പോവുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ അതിൽ മാത്തമാറ്റിക്കലുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലുണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് 3 പഠിച്ചിട്ട് പോവുക കേട്ടോ. അതിൻ്റെ ഹെഡിങ് കിട്ടിയാൽ തന്നെ നമുക്കതിന് ബ്രീഫായിട്ട് എഴുതാനായിട്ട് പറ്റും. അതുപോലെ എന്താണ് ക്യൂട്ടി, അതിൻ്റെ യൂസസും ലിമിറ്റേഷൻസും, അതും ആ ചാപ്റ്ററിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് എന്തോരോ ക്വസ്റ്റ്യൻസാണ് വന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, കാൾ പിയേഴ്സിൻ്റെ കോറിലേഷനാണ് കേട്ടോ. കാൾ പിയേഴ്സിൻ്റെ കോറിലേഷൻ കാണാനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയാലോ, അതിന് σxy. അപ്പോൾ നിങ്ങൾ പ്രൈസിനെ X ആയിട്ട് എടുക്കുക, ഡിമാൻഡിനെ Y ആയിട്ട് എടുക്കുക.
നിങ്ങൾ വരയ്ക്കേണ്ട 3 കോളം അറിയാലോ. എക്സ് വൈ കാണാം, എക്സ് സ്ക്വയർ കാണാം, വൈ സ്ക്വയർ കാണാം. 3 കോളം വരച്ച സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൾ പി എസിന് അങ്ങോട്ട് ചെയ്യാം. അതായത് എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ എക്സ് വൈയും എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കാണുമ്പോൾ എല്ലാത്തിനും ടോട്ടൽ എടുക്കുക, വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇനി നമ്മുടെ റിഗ്രഷനിൽ നിന്ന് എസ് സി വന്നിട്ടുണ്ട് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാണാം. 2 ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ. 2020 ചോദിച്ച 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് റിഗ്രഷൻ അനാലിസിസ് എന്താണ് റാൻഡം. ഈ റാൻഡം എക്സ്പെരിമെൻ്റ് എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് പഠിച്ചിട്ട് പോകണേ. അതുപോലെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ്, ഈ കോറിലേഷൻ എന്താണെന്നുള്ളതും റിഗ്രഷൻ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും നോക്കുക. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. ഇത് രണ്ടും ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചിട്ട് പോവുക എല്ലാവരും കേട്ടോ. പിന്നെ ഹൗ മെനി വേസ് ക്രിക്കറ്റ് ടീമിൻ്റെ കേസ് പറയുന്നുണ്ട്. റൈറ്റ് ഡൗൺ ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ക്രിട്ടിക്കൽ റീജിയൻ നമുക്കില്ല. ടൈപ്പ് 1 ടൈപ്പ് 2 വേറെ നമുക്ക് പഠിക്കാനില്ല. ടി ടെസ്റ്റ് ഇല്ല. കണ്ടിജൻസി ടേബിൾ ചോദിക്കുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ തിയറം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ക്യൂട്ടിയുടെ ഫങ്ഷൻസ്, കോറിലേഷൻ റിഗ്രഷൻ നമ്മൾ ഡിഫറൻസ് പഠിച്ചിട്ട് പോകണമെങ്കിൽ സിമ്പിളാണ് കേട്ടോ മക്കളെ, പഠിച്ചിട്ട് പോവാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതുപോലെ അതിൻ്റെ സിറ്റുവേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ എഴുതിയാൽ മതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കില്ല. യെസ്. പിന്നെ കോറിലേഷൻ ചോദിച്ചിട്ടുണ്ട്, കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അങ്ങനെ വെറുതെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാൾ പി എസ് എന്താണ് ചെയ്യുക, റാങ്ക് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാങ്ക് കോറിലേഷൻ കാണാം കേട്ടോ. ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താണ് ക്യൂട്ടിയുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിഗ്രഷൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ്, എക്സ് ഓൺ വൈ അങ്ങനത്തെ കേസാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഫാദർ എക്സ് എന്ന് കൊടുക്കുക, ഹൈറ്റ് ഓഫ് സൺ വൈ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് എക്സ് ഓൺ വൈ ആണോ വൈ ഓൺ എക്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് നോക്കിയിട്ട് അത് വർക്കൗട്ട് ചെയ്യുക. സിമ്പിളാണ്. നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ്. കാരണം പോയിസൺ എന്ന് മനസ്സിലാവാനുള്ള കാരണം നമ്മുടെ ഡിഫക്റ്റീവിൻ്റെ കേസാണ്. ഡിഫക്റ്റീവ് വന്നാൽ അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് കേട്ടോ. സിമ്പിളായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ച് നാളെ എക്സാം ചെയ്താൽ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.